അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 3 വാക്യം 30 ഈ വാചകം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഇത് സ്നാപക യോഹന്നാൻ്റെ വാക്കുകളാണ്. യേശുവിനെ, മിശിഹായ്ക്ക്, യുഗങ്ങളുടെ പ്രതീക്ഷയായ രക്ഷകനെ സ്വാഗതമരുളാൻ ജനത്തെ ഒരുക്കുകയായിരുന്നു യോഹന്നാൻ്റെ ജോലി. തൻ്റെ ദൗത്യം അദ്ദേഹം ഭംഗിയായിട്ട് പൂർത്തിയാക്കി. തൻ്റെ ദൗത്യം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇനി ജനങ്ങളുടെ ആ ഫോക്കസ് തന്നിൽ നിന്ന് മാറി യേശുവിലേക്ക് മാറണം. യേശുവിനെ കേന്ദ്രീകരിക്കണം. അദ്ദേഹത്തിനത് ബോധ്യമുണ്ടായിരുന്നു. ശിഷ്യർക്കത് അറിഞ്ഞുകൂടായിരുന്നു. ആ ശിഷ്യരെ തിരുത്തിക്കൊണ്ടാണ്, ജനങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു തെറ്റായ ധാരണയെ തിരുത്തിക്കൊണ്ട് മുമ്പ് പറഞ്ഞതുപോലെ യോഹന്നാൻ അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഞാനല്ല മിശിഹ, ഞാൻ അവൻ്റെ വഴികാട്ടി മാത്രമാണ്. ഞാൻ അവൻ്റെ ചെരുപ്പുകളുടെ വാറഴിക്കാൻ പോലും യോഗ്യനല്ല. ഞാൻ അവൻ്റെ സേവകൻ മാത്രമാണ്. യേശുവാണ് പ്രധാനം. ഞാൻ തിരശ്ശീലയ്ക്ക് പുറകിലേക്ക് പോകേണ്ട സമയമായി. യേശുവാണ് ഇനി തിരശ്ശീലയിൽ കളിക്കേണ്ടത്. ഇത്ര മനോഹരമായിട്ട് തൻ്റെ ദൗത്യം മനസ്സിലാക്കുകയും തൻ്റെ ശിഷ്യരുടെ അസൂയയെ മാറ്റിക്കളയുകയും തൻ്റെ ബോധ്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ആ മഹാനായ സ്നാപക യോഹന്നാനെ കുറിച്ച് യേശു പിന്നീട് പറയുന്നുണ്ട്. സ്ത്രീകളിൽ ജനിച്ചവൻ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന്.